ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് കേരളത്തിലെ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിച്ചിരിക്കുന്നു. പ്രിയദർശിനി പദ്ധതിയുടെ സമാരംഭം കുറിച്ചിരിക്കുകയാണ് അങ്ങനെ കേരളം. സർക്കാർ ഖജനാവിലെ പണം മക്കൾക്കും സഖാക്കൾക്കും ദൂർത്തടിക്കാൻ നൽകിയ സമയത്ത് ജനങ്ങളെ മറന്നൊരു സർക്കാരല്ല ഇത്. ദീർഘവീക്ഷണമുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു സർക്കാരിന് മാത്രമേ ഇങ്ങനെ കഴിയുകയുള്ളൂ. ആദ്യമായി കേരളത്തിൽ PSC വഴി നിയമനം ലഭിച്ച ഡ്രൈവർ VP ഷീല വളയം പിടിച്ച് ചക്രം തിരിച്ചപ്പോൾ കേരളത്തിൽ പിറവിയെടുത്തത് ഒരു സ്വപ്ന പദ്ധതിയാണ്. അങ്ങനെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇന്നു മുതൽ നടപ്പിലാക്കി തുടങ്ങി. പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി V.D. സതീശൻ നിർവഹിച്ചിരിക്കുന്നു. ഡ്രൈവർക്ക് പുറമെ കണ്ടക്ടറും വനിതയാണ് ഇന്നത്തെ ആ ബസ്സിൽ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ 20 VIP-കളാണ് ബസ്സിൽ യാത്ര ചെയ്തത്. തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തത്. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 3125 ഓർഡിനറി ബസ്സുകളിലാണ് ഈ സൗജന്യ യാത്രാ സൗകര്യം ലഭ്യമാക്കുന്നത്. അതിനായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഓർഡിനറി ബസ്സുകളുടെ ഒരു സബ് ക്ലാസ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം തന്നെ KSRTC പുറത്തിറക്കിയിരുന്നു. ഓർഡിനറി വിഭാഗത്തിലെ 7 ക്ലാസുകളിലാണ് സ്ത്രീകൾക്ക് അങ്ങനെ സൗജന്യ യാത്ര ഇനി ലഭിക്കുന്നത്. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, അതുപോലെ പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ ക്ലാസുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമായി തുടങ്ങിയത്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സുമായിരിക്കും ഇതിൻ്റെ ഗുണഭോക്താക്കളായി വരുന്നത്. ആരെയും വേർതിരിച്ച് കാണാതെ സൗജന്യ യാത്രയ്ക്കായി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഒരു തിരിച്ചറിയൽ കാർഡോ രജിസ്ട്രേഷനോ ആവശ്യമില്ല എന്നുള്ളതാണ് സതീശൻ സർക്കാർ നടപ്പിലാക്കിയ ഈ പ്രിയദർശിനി പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രായമുൾപ്പെടെ ഒരു മാനദണ്ഡവും ഇതിനില്ല. എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിച്ചതിനാൽ വിദ്യാർത്ഥിനികൾക്ക് ഓർഡിനറി KSRTC ബസ്സുകളിൽ ഇനി കൺസെഷൻ ടിക്കറ്റും ആവശ്യമില്ല. സൗജന്യ യാത്ര അനുവദിക്കുന്ന ബസ്സുകളുടെ മുന്നിലും സൈഡിലുമായി പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇതിന് പുറമെ സ്റ്റിക്കറും പതിപ്പിക്കും. ഇത് ആരെയും കാണിക്കാനല്ല, മറിച്ച് സ്ത്രീകൾക്കിത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ടിക്കറ്റിൻ്റെ മാതൃക പുറത്തിറക്കിയിരുന്നു. ഏതായാലും ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിൽ നടപ്പിലാക്കിയ ഈ സ്വപ്ന പദ്ധതി അത് കേരളത്തിൻ്റെ ഹൃദയം കവർന്നിരിക്കുകയാണ്. V.D. സതീശൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ വന്നിരിക്കുന്നു. UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്നുള്ളത്. 5ന ഇന്ദിരാ ഗ്യാരണ്ടിയിൽപ്പെട്ട ഈ ആദ്യ പദ്ധതി എന്നുള്ള നിലയിൽ KSRTC ബസ്സിൽ അത് നടപ്പിലാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് പ്രഖ്യാപനം നടത്തിയതാണ്. തുടർന്ന് ഇക്കാര്യം പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തി. അധികാരത്തിലെത്തിയാൽ ആദ്യം തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ പറഞ്ഞതുപോലെ ചെയ്തിരിക്കുകയാണ് V.D. സതീശൻ സർക്കാർ. നമുക്കറിയാം, ഇത്രയും നല്ല പദ്ധതി ലോക മലയാളികൾ തന്നെയെല്ലാം ആഘോഷിക്കുന്ന തരത്തിൽ ചരിത്രപരമായ വിജയമായി മാറിയപ്പോഴും പ്രതിപക്ഷമായ CPM-ഉം ഇടതുപക്ഷവും ആ പരിപാടിയിൽ നിന്നും മാറി നിന്നു എന്നുള്ളതാണ് അവരുടെ സംസ്കാരം തുറന്നു കാട്ടിയത്. MLA-മാർ മാറി നിന്നത് അവരവരുടെ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു തെറ്റായി തന്നെ കാണേണ്ടി വരും. അവർക്കോ കഴിഞ്ഞില്ല. കഴിവുള്ളവർ അത് ചെയ്യുമ്പോൾ ഇങ്ങനെ മാറി നിന്ന് കരയുന്നത് ഒരു കുറ്റബോധം കൊണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും.